ഇത് കഴിഞ്ഞ ഏതാണ്ട് 24 മണിക്കൂറിനോട് അടുക്കുന്നു VS-ന്റെ വിലാപയാത്ര. തിരുവനന്തപുരത്ത് നിന്ന് കഷ്ടിച്ച് ആലപ്പുഴ വരെ മാത്രം പോയാൽ മതി എങ്കിൽ പോലും ഇതിനു മുൻപ് EK നായനാരുടെ കാര്യത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർ വരെ നീണ്ട വിലാപയാത്ര ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ആലപ്പുഴ വരെയേ ഉള്ളൂ. പക്ഷേ ഇത്രയും സമയമെടുത്ത് കേരളത്തിലെ ജനങ്ങൾ, അതും പ്രത്യേകിച്ച് അടിസ്ഥാന വർഗ സാധാരണക്കാരായ മനുഷ്യർ, സ്ത്രീകൾ, തൊഴിലാളികൾ, കുട്ടികൾ, ചെറുപ്പക്കാർ, ഇങ്ങനെ ഇവരെല്ലാവരും വന്ന് അവരുടെ സ്നേഹവായ്പ, അവരുടെ ആദരാഞ്ജലി പ്രകടിപ്പിക്കുന്നതാണ് നമ്മൾ ഈ വഴിയോരങ്ങളിലെല്ലാം കണ്ടത്. ഇപ്പോൾ VS അച്യുതാനന്ദൻ്റെ സ്വന്തം വീടായ വേലിക്കകത്ത് വീട്ടിൽ VS അച്യുതാനന്ദനെ വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന് പറയുമെങ്കിലും ശരിക്കും അദ്ദേഹം വെന്തലത്തറ ശങ്കരൻ അച്യുതാനന്ദനാണ്. അദ്ദേഹത്തിൻ്റെ സ്വന്തം പേരിലുള്ള വേലിക്കകത്ത് വീട്ടിലാണ് ഇപ്പോൾ VS അച്യുതാനന്ദൻ്റെ ഭൗതിക ശരീരം ഉള്ളത്. പക്ഷേ അവിടെ നിന്ന് ഒരു കൃത്യസമയത്ത് എടുക്കണം എന്ന് വിചാരിച്ചിരുന്നുവെങ്കിലും ആ സമയക്രമമെല്ലാം തെറ്റി മുന്നോട്ട് പോവുകയാണ് കാര്യങ്ങൾ. മാധു, ഇതിനു മുൻപ് ഒരു കാര്യം ഒന്ന് ഓർത്താൽ, ഈ വീടും പരിസരവും ഇതിനു മുൻപ് ഇത്ര വലിയ രീതിയിലല്ലെങ്കിലും വലിയൊരു മാധ്യമ ശ്രദ്ധ ആകർഷിച്ചത് 2015-ലായിരുന്നു. 2015 ആലപ്പുഴയിൽ CPM-ന്റെ സംസ്ഥാന സമ്മേളനം നടക്കുന്ന സമയത്ത് അന്ന് ഫെബ്രുവരി 20 മുതൽ 23 വരെയാണ്. അതിൽ 21-ാം തീയതി VS അച്യുതാനന്ദൻ പെട്ടെന്ന് ഈ ആലപ്പുഴയിൽ SK കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളന വേദിയിൽ നിന്ന് VS അച്യുതാനന്ദൻ പെട്ടെന്ന് വീട്ടിലേക്ക് പോയി. അദ്ദേഹം വന്നത് ഈ വേലിക്കകത്ത് വീട്ടിലേക്കാണ്. വീട്ടിലെത്തി മുറിയടച്ച് അദ്ദേഹം വീട്ടിനുള്ളിലിരുന്നു. പുറത്ത് ആ വീട്ടിൽ പരിസരത്തുള്ളവർ, പാർട്ടി പ്രവർത്തകർ, മാധ്യമങ്ങളുടെ വലിയൊരു പട അന്ന് അദ്ദേഹത്തെ കാത്തുനിന്നു. അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. അന്ന് ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹം ആ വീട്ടിൽ കഴിച്ചുകൂട്ടുകയും പിറ്റേന്ന് രാവിലെ അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് പോവുകയും ചെയ്തു. പലതരത്തിലുള്ള അഭ്യൂഹങ്ങളുണ്ടായി. പാർട്ടി പിളർത്തും, അതല്ലെങ്കിൽ VS അച്യുതാനന്ദൻ പാർട്ടിക്ക് പുറത്തു പോകും എന്നെല്ലാം പലതരത്തിൽ ആളുകൾ കണക്കുകൂട്ടിയെങ്കിലും ഒന്നും മിണ്ടാതെ പാർട്ടിയുടെ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട്, പക്ഷേ പാർട്ടിക്ക് എതിരെയുള്ള ചില പ്രതിഷേധങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ പാർട്ടി സമ്മേളന വേദിയിൽ നിന്ന് ഒരു വലിയ അസാധാരണമായ നടപടിയിലൂടെ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിപ്പോയത്. ഈ വീട്ടിനുള്ളിൽ വിശ്രമിച്ചു. ആ വീട്ടിനുള്ളിൽ ആരോടും ഒന്നും മിണ്ടാതെ, പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകരോട് ഒന്നും മിണ്ടാതെ അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് പോവുകയാണ് ചെയ്തത്. പക്ഷേ ഇന്നിപ്പോൾ അദ്ദേഹം വേലിക്കകത്ത് വീട്ടിൽ നിന്ന് വലിയ ചുടുകാട്ടിലേക്കാണ് പോകുന്നത്.